പ്രിയരെ, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് രോഹിത്തിനെയാണ്. ICDയുടെ ഏറ്റവും പുതിയ ഒരു വിജയമാണ് രോഹിത് IBPS ക്ലറിക്കൽ എക്സാമിനേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസർ എക്സാമിനേഷൻസ്, ഈ രണ്ടിൻ്റെയും റിസൾട്ട് വന്നപ്പോൾ രണ്ടിലും വിജയം വരിച്ചിരിക്കുകയാണ്. IBPS ക്ലറിക്കൽ രോഹിതിന് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് കനറ ബാങ്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസറായിട്ടും സെലക്ഷൻ ആയിരിക്കുന്നു. രോഹിതിൻ്റെ വിജയമാർഗ്ഗങ്ങൾ ഏതൊക്കെയായിരുന്നു, രോഹിത് എങ്ങനെയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നെല്ലാം രോഹിതിനോടായി തന്നെ ചോദിച്ചറിയാം. ഞാൻ ഇത്തരം വീഡിയോകളുടെ പ്രസക്തികളെക്കുറിച്ചുകൂടെ ഒന്ന് സംസാരിക്കട്ടെ. ഇതൊരു ICDയുടെ പരസ്യ വീഡിയോ ആയിട്ട് ഞാൻ കരുതുന്നില്ല. ഞങ്ങൾക്കെപ്പോഴും ലഭിക്കേണ്ടത് വിജയത്തിലേക്ക് ഉറ്റുനോക്കുന്ന, ആത്മവിശ്വാസമുള്ള, വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ പ്രവർത്തിക്കുമെന്ന് തീരുമാനത്തിലെത്തി നിൽക്കുന്ന വിദ്യാർത്ഥികളെയാണ്. അങ്ങനെയുള്ളവർ വന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ടായി മാറ്റാൻ പറ്റൂ. അപ്പോൾ അത്തരം ആൾക്കാർക്ക് മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പ്രയത്ന വഴിയിലൂടെ വിജയം നേടിയതിൻ്റെ വാർത്ത കൊണ്ടുവരുമ്പോൾ, നേരിട്ട് അവർ തന്നെ സംസാരിക്കുമ്പോൾ, അത് വരാനിരിക്കുന്നവർക്കൊരു ഉത്തേജനമാകുമെന്നും ഞാൻ കരുതുന്നു. അതുതന്നെയാണ് ഇത്തരം വീഡിയോകളുടെ പ്രസക്തി. അപ്പോൾ ഇത് എങ്ങനെയാണ് രോഹിത് വിജയത്തിലേക്ക് എത്തിയതെന്ന് രോഹിത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. രോഹിത്, ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഹാർട്ടി കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. രോഹിതിനെ കുറിച്ച് സംസാരിക്കും. എവിടെ നിന്ന് വരുന്നു, എവിടെയാണ് പഠിച്ചത്, രോഹിതിൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് പറയും. സർ, എൻ്റെ പേര് JB രോഹിത്. ഞാൻ കൊല്ലത്ത് പരവൂർ എന്ന് പറയുന്ന സ്ഥലത്തിൽ ബിലോങ് ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ സ്കൂളിംഗ് ചെയ്തത് സൈനിക് സ്കൂൾ കഴക്കൂട്ടം. അതിനുശേഷം 2017 ആയപ്പോഴത്തേക്കും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. ശ്രീനാരായണ കോളേജ് കൊല്ലത്തായിരുന്നു. അതെ സർ, കെമിസ്ട്രി. യെസ് സർ. അതിനുശേഷം സർ UPSC ഈ സൈനിക് സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടും ഡിഫൻസിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടും UPSCയുടെ പുറകെ പോയി കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ആയിരുന്നു നോക്കിയത്. CDS. അങ്ങനെ അതിൽ 5 വട്ടം എഴുതി, 5 വട്ടവും ഞാൻ UPSC പാസ്സായി. അതിൻ്റെ ബട്ട് അത് എന്തുകൊണ്ടോ സർവീസ് സെലക്ഷൻ ബോർഡ് ഒരു സൈനിക് സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് നാച്ചുറൽ ചോയ്സ് ആയിരുന്നു. അബ്സല്യൂട്ട്ലി. അങ്ങനെ ഫൈനലി ഈ 5 വട്ടം ഞാൻ ഈ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു റിജക്റ്റഡ് ആയിക്കൊണ്ട്, കോൺഫറൻസ് എന്ന് പറയും. ബട്ട് പിന്നെ അതിനുശേഷം അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഒരു വട്ടം CAPF സെൻട്രൽ ആം പോലീസ് ഫോഴ്സസ് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ഇൻ്റർവ്യൂ വരെ എത്തി. പക്ഷെ അതും കിട്ടിയില്ല. പിന്നെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം സിവിൽ സർവീസ് ട്രൈ ചെയ്തു. ആദ്യത്തെ വട്ടം കിട്ടിയില്ല, രണ്ടാമത്തെ വട്ടം പ്രിലിംസിന് കിട്ടി. വെരി ഗുഡ്, ദാറ്റ്സ് എ ന്യൂസ്. താങ്ക് യു സർ. സർ, ആ സമയത്താണ് ഒന്നും ആവുന്നില്ലല്ലോ, ഇനി എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ, അതോ ഇനി എന്ത് ചെയ്യണം, ഫോറിനിൽ പോകണോ വേണ്ടയോ. അങ്ങനെയാണ് ഞാൻ ഒക്കാസിനെ പരിചയപ്പെടുന്നത്. എൻ്റെ ഫ്രണ്ടായിരുന്നു ഒക്കാസ് വിജയൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസർ, ICDയിലെ അതേ സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പം അവനാണ് സത്യം പറഞ്ഞാൽ സജസ്റ്റ് ചെയ്തത്, രോഹിത് ഈ ഒരു പാത്ത് പിന്തുടർന്ന് ഇപ്പോൾ എവിടം വരെയായി, ഒരു ചേഞ്ച് ആയിക്കോട്ടെ, വൈ നോട്ട് ട്രൈ ദ ബാങ്കിങ്. പിന്നെ പുറത്ത് തന്നെ എൻ്റെ മാമൻ യൂണിയൻ ബാങ്കിലുണ്ടായിരുന്നു അസിസ്റ്റന്റ് മാനേജറായിട്ട്. സോ വളരെ ഇൻട്രിഗിങ്ങും ആയിരുന്നു സർ ഓപ്ഷൻ. പിന്നെ ഒരു ചേഞ്ച് ഡെഫിനറ്റ്ലി വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ICD തന്നെ സജസ്റ്റ് ചെയ്ത്, അങ്ങനെ ഇവിടെ ഒക്കാസിനെ കൊണ്ട് ICDയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ വന്നെത്തിയത്. ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കെമിസ്ട്രി ഗ്രാജുവേഷൻ ആയിരുന്നു. യെസ് സർ, ആബ്സല്യൂട്ട്ലി. അതിനുശേഷം ഹിസ്റ്ററി പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോയി. 5 തവണ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ പാസ്സായി. ഇൻ്റർവ്യൂവിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷനും പാസ്സായി, പക്ഷേ മെയിൻസ് കടന്നില്ല. സ്വാഭാവികമായിട്ടും യു ആർ എ വെരി കോമ്പീറ്റൻറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ വിജയമെല്ലാം അത് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടെ അപ്പോൾ ICD ഒരു ഫിനിഷിംഗ് സ്കൂളിൻ്റെ ജോലിയായിരിക്കാം ICD ചെയ്തത്. ICD എത്രത്തോളം രോഹിതിന് പ്രയോജനപ്പെട്ടു? സർ, ഐ വുഡ് സേ ദാറ്റ് ICD വേറൊരു ഫിനിഷിംഗ് സ്കൂൾ ആസ് എ ബ്രിക്ക്, ഇറ്റ് വാസ് മച്ച് ബിയോണ്ട് എ ബ്രിക്ക് ആൻഡ് മോർട്ടർ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പുറം ഒരു റെവല്യൂഷനൈസ് ചെയ്യുന്ന ഒരു ചേഞ്ച് ICD കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം ബാങ്കിങ്ങിൽ കൊണ്ടുവന്നു. ബാങ്കിങ്ങിൽ ഇപ്പം പൊതുവേ എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഡിഫൻസ് തന്നെയായിരുന്നു. ബട്ട് അതിൽ നിന്ന് ബാങ്കിങ്ങിലേക്ക് എങ്ങനെ വരാം, ഈ ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഈ സർ 21 ദിവസം കൊണ്ട് പ്രിലിംസ് ഇത്രയും സിമെൻറ്റഡ് ആയിട്ട് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചേഞ്ച് കൊണ്ടുവരുന്നത് ICDയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം അത്രയും ഒരു പിവറ്റൽ റോളാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറയാനാവില്ല സർ. ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് എ ബ്യൂട്ടിഫുൾ ചേഞ്ച്. അങ്ങനെയാണ് ഞാൻ ICD കാണാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു ഫോർ ഓൾ ദി ജനറസ് കോമൻസ് ഓൺ ICD. താങ്ക് യു സർ. ഒരു ദിവസം എങ്ങനെയായിരുന്നു പൊതുവിൽ, എങ്ങനെയാണ് വിനിയോഗിച്ചിരുന്നത്? സർ, ഞാൻ ബൈ 8:30 ICDയിൽ വരും. പിന്നെ സർ, എൻ്റെ ആദ്യത്തെ ഈ ഡേ ഇനിഷ്യേറ്റ് ചെയ്യുന്നൊരു മൂക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും സർ. കാരണം അത് ആദ്യത്തെ വട്ടം ഒന്നും 2022 ഞാൻ ICD വന്ന് ജോയിൻ ചെയ്യുന്നത്. ആ സമയം പ്രിലിംസ് പാസ്സാവുന്നുണ്ടായിരുന്നില്ല. കാരണം സാർ, അത് മറ്റാരുടെയും കുറ്റമല്ല, എൻ്റെ കുറ്റം തന്നെയായിരുന്നു. സ്ട്രാറ്റജി കറക്റ്റ് അല്ലായിരുന്നു.
എൻ്റെ മനസ്സിലൊരു ഫിക്സേഷൻ ഉണ്ടായിരുന്നു, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ കട്ട് ഓഫ് അനലൈസ് ചെയ്തില്ല, എങ്ങനെ അത് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നില്ല, ബ്ലേറ്റൻലി ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അത് കാരണം മോക്ക് ടെസ്റ്റ് അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നീടാണ് സാറിൻ്റെ തന്നെ ഒരു ലെക്ചറിൽ ഞാൻ സാറ് സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി പറയുന്നതായിട്ടായിരുന്നു. എവറി ഡേ മോർണിംഗ് സച്ചിൻ ഗോസ് ടു ദ വാങ്കഡേ സ്റ്റേഡിയം ആൻഡ് ഫേസസ് 5,000 balls. 1,500 അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ സർ ഫൈനലി ഐ ഡിസൈഡഡ് ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഡേ വിൽ സ്റ്റാർട്ട് വിത്ത് എ മോക്ക് ആൻഡ് ഐ വിൽ ഡു 3 mock tests per day. അങ്ങനെ ഇപ്പം ചില ആപ്പുകളൊക്കെ ഫ്രീ മോക്ക് തരും, പിന്നെ ICD തന്നെ തരും. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഐ മേഡ് ഷുവർ ദാറ്റ് എവറി ഡേ 3 prelims mocks were done. ഓ ഗ്രേറ്റ്, ഗുഡ്. ആൻഡ് വീക്കെൻഡിൽ പറ്റുന്ന പോലെ തന്നെ മെയിൻസ് മോക്കും ചെയ്തു വരുന്നു. പക്ഷേ സർ ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ തന്നെ പ്രിലിംസ് ചാടി കിടക്കുന്ന തന്നെ ഒരു വലിയ ഹേർഡൽ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. സോ പ്രിലിംസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ബട്ട് അതിൻ്റെ മെയിൻസ് പെർഫോമൻസിനെ സ്ലൈറ്റ്ലി അഫക്റ്റ് ചെയ്തിരുന്നു. ഐ വുഡൻ റെക്കമെൻഡ്. ഐ വുഡ് സേ മെയിൻസിനും പ്രിലിംസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം തുടക്കം മുതൽ. ആബ്സല്യൂട്ട്ലി. അറ്റ്ലീസ്റ്റ് വീക്കെൻഡ്സിലെങ്കിലും നമ്മളൊരു ഫുൾ ലെങ്ത് മോക്ക് അവിടെ ഇരുന്ന് ചെയ്യണം. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 3 മണിക്കൂറത്തെ ഈ പരീക്ഷ നമുക്ക് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫെറ്റീഗ് കൂടാതെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 3 മണിക്കൂർ അതൊരു ഞാൻ വളരെ നല്ലൊരു വാലിഡ് പോയിൻ്റായിട്ട് ഞാനും കരുതുന്നു. വിദ്യാർത്ഥികൾക്ക് ഞാൻ സ്ഥിരതരമായി പറയാനുള്ള കാര്യമാണ്. നമ്മൾ ഒരു മോക്ക് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു മെൻ്റൽ കണ്ടീഷനിങ് ആണ് ചെയ്യുന്നത്. പ്രിലിംസ് ആണെങ്കിൽ 1 മണിക്കൂറായിരിക്കും. ആ 1 മണിക്കൂർ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ യാതൊരു ഡൈവേർഷനും ഇല്ലാതെ പൂർണ്ണമായും പരീക്ഷാ ചോദ്യങ്ങൾ മാത്രം മനസ്സിരുത്തി ചെയ്യാനുള്ള ഒരു കഴിവ്, അതാണ് നമ്മൾ അറിയാതെ ഡെവലപ്പ് ചെയ്യുന്നത്. എത്ര പഠിച്ചതുകൊണ്ടോ എത്ര പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ ഈ പരീക്ഷാ സമയത്ത് ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ചെയ്യാനുള്ള കഴിവ് ആർജിച്ചില്ല എങ്കിൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അതുതന്നെയാണ് ഇപ്പോൾ രോഹിത് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ് സമർത്ഥിച്ചതും. കൃത്യമായി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, അത് തുടക്കം മുതൽ തന്നെ പ്രിലിംസിനും മെയിൻസിനുമുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ എവിടെ കിട്ടുന്നു അതെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു വരും. SN കോളേജിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് PG ചെയ്തു. പിന്നെ കുറച്ച് വർഷങ്ങൾ ഓരോ തവണയും CDS പാസ്സാകുമ്പോൾ അതെല്ലാം ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കും പോയത്. ഇത് കിട്ടാതെ കഴിഞ്ഞിട്ട് ഒരു ബാങ്ക് പരീക്ഷയ്ക്ക് വന്നപ്പോൾ പൊതുവിൽ ഈ മത്സര പരീക്ഷകളോട് ഒരു വിരക്തി, ഒരു വിശ്വാസക്കുറവൊക്കെ തോന്നിയിരുന്നോ രോഹിത്തിന് എപ്പോഴെങ്കിലും? ഇല്ല സർ, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം സർ ഈ ഫെയിലായി വെൻ ബിയോണ്ട് സർട്ടൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഐ വാസ് നോ ലോങ്കർ അഫ്രൈഡ് ഓഫ് ഫെയിലിയേഴ്സ്. അങ്ങനെയായി. ഓക്കെ. അപ്പോൾ ഇനി എന്ത് വന്നാലും നോക്കാം എന്നുള്ള രീതി തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇതിനകത്ത് ഉറപ്പിച്ചിരുന്നു എന്തൊക്കെ എൻ്റെ ഫ്ലോസ് ഉണ്ടോ. ഇത്രയും എക്സാംസിൽ ഫ്ലോസ് ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി, അതുകൊണ്ട് റിജക്റ്റഡ് ആയി. ആ ഫ്ലോസ് ഞാൻ ഇതിനകത്ത് അയൺ ഔട്ട് ചെയ്ത് സിസ്റ്റമാറ്റിക്കലി പഠിച്ച് കയറി വരും എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ എനിക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് സർ വന്നത്. അപ്പം പരീക്ഷകളോട് വിരക്തി ഉണ്ടായിരുന്നില്ല. അത് ഇതെങ്കിലും നന്നായിട്ട് പഠിച്ച് ക്ലിയർ ചെയ്യണമെന്നുള്ളൊരു ഒരു ഭയങ്കരമായ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു സർ. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസർ എക്സാമിനേഷൻ ഈ വ്യൂവേഴ്സിനായിട്ടൊന്ന് പരിചയപ്പെടുത്തു, അതിൻ്റെ വിവിധ ഘട്ടങ്ങളൊന്ന് പരിചയപ്പെടുത്തു. സർ ഇതിനകത്ത് പല ഘട്ടങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പ്രിലിംസിനകത്ത് നമുക്ക് 100 questions ഉണ്ട്. 30 questions English, 30 questions from quantitative aptitude and 35 from reasoning. അപ്പോൾ ടോട്ടൽ 35 and 30. അപ്പം 100 questions. ഈ 100 questions 1 hour ആണ്. ആൻഡ് ഓൾദോ SBI 20 minutesൻ്റെ ടൈം ലൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. ഓക്കെ. ആൻഡ് ദെൻ അത് കിട്ടുന്നവർക്ക് ദെൻ വി ഗോ ത്രൂ അപ്പോൾ 60 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻ. അതെ, 100 ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ അത് കിട്ടുന്നവർക്ക് പിന്നെ വി ഗോ ത്രൂ ദ മെയിൻസ്. അപ്പം മെയിൻസിനകത്ത് നമുക്ക് വി ഹവ് ഗോട്ട് റീസണിങ്ങിനകത്ത് നമുക്ക് 40 questions 50 marks ആണ്. പിന്നെ നമുക്ക് ജനറൽ അവയർനെസ് ആൻഡ് ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ് ഒക്കെ ഉണ്ട്. ആ സെക്ഷൻ 50 questions 60 marks. Then we have got English section 35 questions 40 marks. And we have got this particular quantitative aptitude there also. അപ്പം അതിനകത്ത് 200 ചോദ്യങ്ങൾ അല്ലേ? ഓൾമോസ്റ്റ് സർ. ആൻഡ് 2 മണിക്കൂർ 2.5 മണിക്കൂർ. പിന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട് ഇംഗ്ലീഷിൽ, അത് 50 മാർക്സിന്. ഒരു എസ്സേ റൈറ്റിങ്ങും ഒരു ലെറ്റർ റൈറ്റിങ്ങും. സോ അത് കഴിഞ്ഞിട്ട് വി ഹവ് ഗോട്ട് സൈക്കോമെട്രി. അത് റീസെൻ്റ്ലി ടെസ്റ്റ് ഓഫ് സൈക്കോമെട്രി. അതെ സർ, റീസെൻ്റ് ആയിട്ട് 2022 കൊണ്ടുവന്നതാണ് സർ. അത് എന്നെ വളരെ ഹോണ്ട് ചെയ്തൊരു സബ്ജക്റ്റ് കൊണ്ടാണ്. കാരണം ഇത് എക്സാക്ട്ലി എനിക്കറിയില്ല, ബട്ട് ഐവ് സീൻ ഇതുപോലത്തെ റിലേറ്റീവ്ലി സെയിം ഒരു കാര്യം ഞാൻ കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ ഇൻ്റർവ്യൂവിൽ കണ്ടായിരുന്നു, വിച്ച് ദേ കോൾ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. അതും ഒരു സൈക്കോളജിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ബട്ട് ഇതിനകത്ത് 240 ചോദ്യം ഉണ്ടായിരുന്നു. 240 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് അതിന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റെസ്പോൺസ്. സർ ഇതിൻ്റെ ഇല്ല, അത് ഞാൻ വിശദീകരിക്കാം രോഹിത്. ടെസ്റ്റ് ഓഫ് സൈക്കോമെട്രിയുടെ മാർക്ക് ഒരിക്കലും നിങ്ങളുടെ വിജയത്തെ സ്വാധീനിക്കാനായി എടുക്കില്ല. ടെസ്റ്റ് ഓഫ് സൈക്കോമെട്രിയാണ് ഒരാളുടെ ക്വിക്ക് റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ്. അത് അവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അനാലിസിസിന് വേണ്ടി അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്.
പക്ഷേ ഈ സെലക്ഷനെ ബാധിക്കുന്ന പരീക്ഷകളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിലിംസ് ഒരു എലിമിനേഷൻ ടെസ്റ്റാണ്, മെയിൻസ് ഒരു സെലക്ഷൻ ടെസ്റ്റാണ്, പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എക്സെട്ര, ഇത്തരം കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? സർ, ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ബേസിക്കലി ചെയ്തതെന്ന് പറഞ്ഞാൽ ടോപ്പേഴ്സിൻ്റെ മോക്ക് ഇൻ്റർവ്യൂസ് യൂട്യൂബിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ റെഫർ ചെയ്യുമായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് ജേർണൽസ് വായിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഈ അപ് ടു ഡേറ്റ് ഈ 3 months കറണ്ട് അഫയേഴ്സ് മിനിമം സിമെൻറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുമായിരുന്നു. അവർ എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ടോ. ആൻഡ് ലാസ്റ്റ്ലി ഇത് ബാങ്കിങ് അവയർനെസ്, അതിനകത്ത് അവർ ഇപ്പം നെഫ്റ്റ്, RTGS അതുപോലത്തുള്ള സിസ്റ്റമാറ്റിക് ബാങ്കിങ് ടേംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സാർ, ഇപ്പം ഞാൻ IBPS POൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തായിരുന്നു എന്നായിരുന്നു. അപ്പം അതുപോലെ ബാങ്കിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയ ടേംസ് നോക്കി വെക്കുക. ലാസ്റ്റ്ലി നമ്മളെ പറ്റി ഒന്ന് അറിഞ്ഞു വെച്ചതിന് ശേഷം ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തിയതിന് ശേഷം ഞാൻ ICDയുടെയും പിന്നെ ആസ് മെനി മോക്സ് എനിക്ക് ഓൺലൈനിൽ കിട്ടുന്നതും എല്ലാം ചെയ്തു നോക്കി. ICDയിലും വന്നിരുന്നു. സോ അങ്ങനെയായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ. വെരി ഗുഡ്. ഈ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാനായി ഇനി വരുന്ന, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഈ വീഡിയോയുടെ പ്രയോജനം ഇനി പഠിക്കാൻ വരാനിരിക്കുന്നവർക്കാണ്. അവർ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ ഓൾറെഡി ഒരു വിജയം വരിച്ച ഒരാളുടെ പ്രവർത്തന വഴികൾ എന്താണ് എന്നത് അവരെ തീർച്ചയായിട്ടും മോട്ടിവേറ്റ് ചെയ്യും. അവർക്കൊരു എന്ത് സന്ദേശമാണ് രോഹിതിന് കൊടുക്കാനുള്ളത്? സർ, നമ്മൾ ടിപ്പിക്കലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു ബാക്കപ്പ് പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബാങ്ക് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് PSC ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ SSC ട്രൈ ചെയ്യാം. നമുക്ക് ഈ ഒരു തോട്ട് ഒന്നുകിൽ നമ്മുടെ മനസ്സിൽ അടിയുറപ്പിച്ച ഒന്നുകിൽ നമ്മുടെ വീട്ടുകാരാവാം, നാട്ടുകാരാവാം, ആരെങ്കിലുമൊക്കെ ആവാം. ബട്ട് ഇത് ഒരു വലിയ മിസ്റ്റേക്കാണ്. കാരണം നൗ ഡേയ്സ് എവറി എക്സാം റിക്വയർസ് എ സ്പെഷ്യലിസ്റ്റ് അപ്രോച്ച്. മാത്രമല്ല സിലബസിൻ്റെ റിക്വയർമെൻറ്റും ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ബാങ്കിങ്ങും SSCയും വളരെ റിലേറ്റീവ്ലി ആൾക്കാർ വളരെ സിനോണിമസ് ആയിട്ട് എടുക്കുന്ന ടേമാണ്. പക്ഷേ എന്നാലും ബാങ്കിങ്ങിൽ ഒരിക്കലും അവർ ഹിസ്റ്ററി, എക്കണോമി, പൊളിറ്റി, ജിയോഗ്രഫി അങ്ങനെയൊന്നും ചോദിക്കാറില്ല. ബട്ട് അതേസമയം കറണ്ട് ഇവന്റ്സ് ആണ് മെയിൻലി. അതെ, ബാങ്കിങ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്ക് ഇൻഡസ്ട്രി ചോദിക്കാം. ബട്ട് ഓൺലി ഇഫ് ആൻഡ് അത് നാഷണൽ ലെവൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ബട്ട് അതേസമയം SSCയിലെ ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ട്. സെയിം വിത്ത് PSC. നമ്മൾ PSCയിലേക്ക് പോകുമ്പോൾ കേരള ജോഗ്രഫി, കേരള എക്കണോമി, അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി മാത്രം സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. ഒരിക്കലും ബാക്കപ്പ് പ്ലാൻ എന്ന് വെച്ച് നമ്മൾ മറ്റ് എക്സാംസും കൂടെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ടൈമും എഫേർട്ടും അതിനു വേണ്ടി കൂടെ കളഞ്ഞ് സാർ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫോക്കസ് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഞാൻ രോഹിത് പറഞ്ഞു വെച്ച കാര്യം ഇങ്ങനെ ഫലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും 2 വള്ളത്തിൽ സഞ്ചരിക്കരുത്. ഒരു വള്ളത്തിൽ സഞ്ചരിക്കുക, ഒരു ലക്ഷ്യത്തിലേക്ക് പോവുക. ഏത് കടവിൽ തോണി അടുപ്പിക്കണമെന്ന് ആദ്യമേ തീരുമാനിക്കുക. അതികഠിനമായി വർക്ക് ചെയ്യുക. നിങ്ങളുടെ സകല പ്രവർത്തന ഊർജ്ജവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും വിജയം വരും. ICDയുടെ പേരിലും ഞങ്ങളുടെ ടീം ICDയുടെ പേരിലും രോഹിതിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു. I wish you a very bright banking career. Thank you. May God bless. Thank you.